4 പ്രതിപക്ഷ നേതാക്കന്മാരെ ഒരേ സമയത്ത് ഇദ്ദേഹം നേരിടേണ്ടതായിട്ട് വരും. നിയമസഭയിൽ പിണറായി വിജയൻ, ഡൽഹിയിൽ വേണുഗോപാൽ, മന്ത്രിസഭയിൽ ചെന്നിത്തല, ഇന്ദിരാഭവനിൽ മറ്റൊരു നേതാവ്. ഈ ലത്തീൻ സമുദായത്തിൽ നിന്ന് ജയിച്ചു വരുന്ന ആൾക്ക് ഫിഷറീസ് വകുപ്പ് കൊടുക്കും എന്ന് പറഞ്ഞാൽ അത് ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണം പോലെയല്ലേ. അതൊരു ശരിയായ രീതിയല്ല. പോലീസ് വകുപ്പ് എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ ഒന്നാണ്. പോലീസുകാരെ നിയന്ത്രിക്കട്ടെ, അതിനൊരു ഫുൾ ടൈം മന്ത്രി ആവശ്യമുണ്ട്. അത് ഇല്ലാത്തതാണ് ഈ പിണറായി സർക്കാരിലൊക്കെ പറ്റിയ വലിയ അപകടം. ഫുൾ ടൈം മന്ത്രി തീർച്ചയായിട്ടും പോലീസിന് ആവശ്യമാണ്. അപ്പോൾ മുഖ്യമന്ത്രി ഈ ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തത് വലിയ വെല്ലുവിളിയാണ്. അദ്ദേഹത്തിന് ഭരണപരിചയമില്ല. മന്ത്രിയായിട്ടെന്നല്ല, ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടോ മുനിസിപ്പൽ ചെയർമാനായിട്ടോ ഇരുന്ന ഒരു ഭരണപരിചയം പോലും അദ്ദേഹത്തിന് ഇല്ലാത്ത സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ലീഗിനെ സന്തോഷിപ്പിച്ചുകൊണ്ടല്ലാണ്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആ ഒരു വെല്ലുവിളി തീർച്ചയായിട്ടും അവിടെയുണ്ട്. അപ്പോൾ ലീഗുകാരെ പിണക്കാതെയും കോൺഗ്രസ്സുകാരെ മുമ്പിൽ വിട്ടുവീഴ്ച ചെയ്യാതെയും മറ്റ് ഘടകകക്ഷികളെയൊക്കെ വരച്ച വരയിൽ നിർത്തിയിട്ടും ഈ കൂട്ടുകക്ഷി സർക്കാർ കൊണ്ടുപോകണം. നമസ്കാരം. ടോക്കിംഗ് പോയിന്റ് വിത്ത് അഡ്വക്കേറ്റ് ജയശങ്കറിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടുപിടിക്കുവാൻ വലിയ വിവാദം നിറഞ്ഞു നിന്ന ചർച്ചകൾക്കാണ് നമ്മളൊക്കെ തന്നെ സാക്ഷിയായത്. അതിന് പിന്നാലെ വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള കല്ലുകടിയെക്കുറിച്ചും നമുക്ക് കേൾക്കാനും അറിയുവാനും സാധിച്ചിരിക്കുന്നു. ഇനി ഈ സർക്കാരിൻ്റെ ഭരണം എത്രത്തോളം സുഗമമായി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്നുള്ള ചർച്ചകൾ നിറഞ്ഞു നിൽക്കുകയാണ്. പരിശോധിക്കാൻ നമുക്ക് അക്കാര്യം. നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുവാൻ വലിയ ചർച്ചകളും, അത് മാരത്തോൺ ചർച്ചകളെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം, ചർച്ചകളും വിവാദങ്ങളും ഒക്കെ തന്നെ നിറഞ്ഞു നിന്നു. പ്രകടനങ്ങൾ നടന്നു. അതിനുശേഷം മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു. അതിനുശേഷം വകുപ്പ് വിഭജനം സംബന്ധിച്ചുള്ള ചർച്ചകളും ചില ഘട്ടങ്ങളിൽ വഴിമുട്ടിപ്പോയോ എന്ന് സംശയം തോന്നുന്ന വാർത്തകൾ പുറത്തു വന്നു. പക്ഷേ ഇപ്പോൾ സർക്കാർ ഒരു കുഴപ്പവുമില്ലാതെ മുന്നോട്ട് പോകുമെന്ന് UDF നേതാക്കൾ പറയുകയാണ്. എന്താണ് അങ്ങേക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? തീർച്ചയായിട്ടും ഈ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയായിരുന്നു. വളരെ ദുഷ്കരമായ ഒരു പ്രോസസ്സിൽ കൂടിയാണ് കടന്നുപോയത്. തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരെല്ലാവരും കൂടി ചേർന്നിരുന്ന് ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ലളിതമായ രീതി. പക്ഷേ കോൺഗ്രസ് പാർട്ടി അത് വളരെ സങ്കീർണമായ പല നടപടിക്രമങ്ങളിൽ കൂടി കടത്തിക്കൊണ്ട് പോയിട്ട് അവസാനം ഈ പാലാഴി കടഞ്ഞ് അമൃത് എടുത്ത പോലെ ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ തിരഞ്ഞെടുത്തു. പിന്നെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തിട്ട് വളരെ വേഗത്തിൽ മറ്റ് മന്ത്രിമാരെ തീരുമാനിക്കാൻ കഴിഞ്ഞു. കാരണം മുതിർന്ന നേതാക്കൾ തമ്മിൽ കൂടി ആലോചിച്ച് ഈ ജയിച്ചു വന്ന ആളുകളിൽ നിന്ന് ഒരു 20 പേരെ മന്ത്രിമാരായിട്ട് തിരഞ്ഞെടുത്തു. അതിൽ തന്നെ ലീഗിൻ്റെ മന്ത്രിമാരെ അവർ നേരത്തെ കണക്കാക്കി വെച്ചിരുന്നു. അവിടെയും കുറച്ച് ചേറ്റലും കോഴിക്കലൊക്കെ ഉണ്ടായി. അവരും 5 പേരുടെ ലിസ്റ്റ് കൊടുത്തു. പിന്നെ കേരള കോൺഗ്രസ്സിന് ഒരു മന്ത്രിയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് അവരെ കൊണ്ട് സമ്മതിപ്പിച്ചു. ഒരു മന്ത്രി ചീഫ് വിപ്പും എന്ന് അവർ സമ്മതിച്ചു. RSPക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. CMPക്കോ അതുപോലെ ജേക്കബ് ഗ്രൂപ്പിന് അത്ര തന്നെ ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ നമ്മുടെ മാണി C കാപ്പൻ്റെ കാര്യത്തിലാണ് ഇനി ഒരു തീരുമാനം ഉണ്ടാകാൻ ബാക്കി നിൽക്കുന്നത്. ഇത്രയും ബാക്കി നിർത്തി മാറ്റിവെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് കോൺഗ്രസിൻ്റെ മന്ത്രിമാരാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ കൂടെ അദ്ദേഹത്തെ പിന്തുണച്ച ഒരാളായിട്ട് നമ്മുടെ മുരളീധരൻ മാത്രമേ ഉള്ളൂ. രമേശ് ചെന്നിത്തലയുടെ കൂടെ അദ്ദേഹം മാത്രമേ ഉള്ളൂ. ബാക്കി ഏറെക്കുറെ എല്ലാ മന്ത്രിമാരെയും തീരുമാനിച്ചത് ഹൈക്കമാൻഡാണ്. അതായത് KC വേണുഗോപാലാണ്. വേണുഗോപാലിനെ അനുകൂലിക്കുന്നവരാണ് ബാക്കി പ്രധാനപ്പെട്ട വകുപ്പ് കൈയാളുന്ന എല്ലാ ആളുകളും തന്നെ. റവന്യൂ മന്ത്രി, വിദ്യുച്ഛക്തി മന്ത്രി, പട്ടികജാതി പട്ടികവർഗ ക്ഷേമ മന്ത്രി, അങ്ങനെ മിക്കവാറും എല്ലാ മന്ത്രിമാരും തന്നെ അദ്ദേഹമാണ് തീരുമാനിച്ചത്. അപ്പം അങ്ങനെ ഒരു കൂട്ടുകക്ഷി സർക്കാർ എന്നുള്ളതല്ല, കൂട്ട് ഗ്രൂപ്പ് സർക്കാരാണ് ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ വകുപ്പ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ അത് ഇതിനേക്കാളും വലിയ തലവേദനയായി. കാരണം വെച്ചാൽ വകുപ്പ് ആർക്ക് കൊടുക്കണം എന്നുള്ളതല്ല, ഈ ഘടകകക്ഷികളുമായിട്ട് ഏതാനും വകുപ്പുകൾ കൊടുക്കാനും വാങ്ങാനും ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ട് ലീഗുമായിട്ടാണ്. ലീഗിൻ്റെ കൈവശം വരുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കണം എന്ന് കോൺഗ്രസ് താല്പര്യപ്പെട്ടു. അതിന് പകരം ലീഗിന് ഏത് വകുപ്പ് കൊടുക്കും എന്ന കാര്യത്തിലും വിഷമമുണ്ടായിരുന്നു. ഫിഷറീസ് വകുപ്പ് കൊടുക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോൾ ലത്തീൻ സഭയുടെ ഭാഗത്തുനിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടായി. അത് കഴിഞ്ഞ് അവർ ഒരു വിധത്തിൽ സാന്ത്വനിപ്പിച്ച് ഈ ഫിഷറീസ് വകുപ്പ് ലീഗിന് കൊടുത്തു. കൂട്ടത്തിൽ ഗ്രാമവികസന വകുപ്പും കൊടുത്തു. പകരമായിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചു. പിന്നെ ഈ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള സ്ത്രീ ശിശു സംരക്ഷണ വകുപ്പുണ്ട്. അത് പണ്ട് ഈ സാമൂഹ്യ ക്ഷേമ വകുപ്പിലുണ്ടായിരുന്നു, പിന്നെ സാമൂഹ്യ നീതി വകുപ്പിലുണ്ടായിരുന്നതാണ്. അത് മാർക്സിസ്റ്റ് ഭരണകാലത്ത് അവിടെ നിന്ന് വേർപെടുത്തി പുതിയൊരു വകുപ്പാക്കി മാറ്റിയതാണ്. അത് നേരത്തെ ശ്രീമതി വീണ ജോർജിൻ്റെ ആയിരുന്നു. ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ ഈ വനിതാ ശിശുക്ഷേമ വകുപ്പ്
അത് വേർപെടുത്തി കോൺഗ്രസിൻ്റെ കയ്യിലായി. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെറിയ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിൽ മാറ്റങ്ങൾ വന്നു. പിന്നെ ഗതാഗത വകുപ്പ് CP ജോണിനെ ഏൽപ്പിച്ചു. തൊഴിൽ വകുപ്പ് നേരത്തെ ഷിബുവിൻ്റെ വകുപ്പായിരുന്നു, അത് ഇപ്പോൾ ബിന്ദു കൃഷ്ണക്ക് കൊടുത്തു. ഇങ്ങനെ ചെറിയ മാറ്റങ്ങളുള്ളൂ. ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത് റവന്യൂ വകുപ്പിൽ AP അനിൽകുമാർ വന്നാണ്. അതെ അതെ. അതായത് കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് റവന്യൂ വകുപ്പ് കിട്ടുന്നത്. കാര്യം നമ്മൾ വലിയ സിദ്ധാന്തമൊക്കെ പറയും ഇല്ലേ, പുരോഗമനം, ജനാധിപത്യം, മതേതരത്വം ഒക്കെ പറയുമ്പോഴും ഈ പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഇന്ന് വരെ മുഖ്യമന്ത്രിയായിട്ടില്ല, ആഭ്യന്തരമന്ത്രിയായിട്ടില്ല, വ്യവസായ മന്ത്രിയായിട്ടില്ല, ആരോഗ്യമന്ത്രിയായിട്ടില്ല, റവന്യൂ മന്ത്രിയും ആയിരുന്നിട്ടില്ല. ഇപ്പോൾ റവന്യൂ വകുപ്പ് ആദ്യമായിട്ട് കിട്ടുകയാണ്. ഇപ്പോൾ റവന്യൂ എന്ന് പറഞ്ഞാൽ ചെറിയ വകുപ്പല്ല. PT ചാക്കോ അല്ലെങ്കിൽ KR ഗൗരിയമ്മ, അതുപോലെ KM മാണി, ബേബി ജോൺ, PJ ജോസഫ്, PS ശ്രീനിവാസൻ, അങ്ങനെ പ്രഗത്ഭന്മാർ ഭരിച്ച വകുപ്പാണ്. അപ്പോൾ ആ വകുപ്പ് മാത്രമല്ല, അത് ഈ ഭൂപരിഷ്കരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമുണ്ട്. ഇപ്പോൾ ഭൂപരിഷ്കരണത്തിന് കേരളത്തിൽ വലിയ തിരിച്ചടി കിട്ടിയ ഒരു വിഭാഗമുള്ളൂ പട്ടിക സമുദായക്കാർ. അപ്പോൾ അവരുടെ ഒരു പ്രതിനിധി റവന്യൂ വകുപ്പിൽ വരുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ വിചാരിക്കും. ഇനി പട്ടികജാതിക്കാരനായ അനിൽകുമാർ റവന്യൂ മന്ത്രി ആയതുകൊണ്ട് പട്ടികജാതിക്കാർക്ക് എന്ത് നേട്ടമുണ്ടാവും, എന്ത് പുണ്യം കിട്ടും എന്ന് ചോദിച്ചാൽ അത് വേറെ ചോദ്യമാണ്. എങ്കിൽ പോലും അവരുടെ ഒരു പ്രതിനിധി ആ സ്ഥാനത്ത് വന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ അതോടൊപ്പം തന്നെയുള്ള മറ്റു കാര്യങ്ങൾ, ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അഡ്വക്കേറ്റ് ജനറലിനെ തീരുമാനിച്ചു, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ തീരുമാനിച്ചു, പിന്നെ സ്പീക്കറെ തിരഞ്ഞെടുത്തു. സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കറുമായി. അതിൽ വളരെ പരിചയസമ്പന്നനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന് ചെറിയ താല്പര്യക്കുറവുണ്ടായിരുന്നു എങ്കിലും അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. അത് വളരെ ഉചിതമായൊരു തീരുമാനമാണ്. കാരണം ഈ VM സുധീറിനെ പോലെ അല്ലെങ്കിൽ G കാർത്തികേയനെ പോലെ സ്വതന്ത്രമായിട്ടും നിഷ്പക്ഷമായിട്ടും നിർഭയമായിട്ടും തീരുമാനമെടുക്കാൻ കഴിവുള്ള ആളാണ് തിരുവഞ്ചൂർ. അപ്പോൾ അദ്ദേഹത്തെ പോലെ സീനിയറായിട്ടുള്ള ഒരാൾ ഇപ്പോൾ സതീശൻ്റെ മന്ത്രിസഭയിൽ അംഗമായിരിക്കും വെച്ചാൽ അദ്ദേഹത്തിനും ഒരു എന്താണ് കുറച്ചൊരു വൈക്ലബ്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ടോ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ മന്ത്രിയാക്കുന്നതിൽ ആ രീതിയിലൊരു അനൗചിത്യമുണ്ട്. അദ്ദേഹത്തെ പോലെ ഒരാളെ സഭാനാഥനായിട്ട് അവിടെ സ്ഥാപിച്ചിരിക്കുന്നു. ഈ സഭാനാഥൻ്റെ കാര്യത്തിലൊരു പ്രത്യേകത, മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സഭയിലുള്ള 140 മെമ്പർമാരും 139 പേരും അദ്ദേഹത്തെ സാർ എന്നാണ് വിളിക്കുക. അങ്ങനെ എല്ലാവരാലും സാർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് തിരുവഞ്ചൂർ മാറിയിരിക്കണം. അപ്പോൾ സീനിയറായിട്ടുള്ള ഒരാൾക്ക് ആ സ്ഥാനം കൊടുത്തു. അതുപോലെ പ്രോട്ടം സ്പീക്കറായിട്ട് G സുധാകരനെ തീരുമാനിച്ചു. ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് ഷാനിമോൾ ഉസ്മാനെ കൊണ്ടുവന്നു. ഷാനിമോൾ യഥാർത്ഥത്തിൽ മന്ത്രിസ്ഥാനമൊക്കെ അർഹിച്ചിരുന്നു. പിന്നെ ഈ സാമുദായികമായ വീതം വെപ്പിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ 5 മന്ത്രിസ്ഥാനം ലീഗിന് കൊടുത്താൽ പിന്നെ ഒന്നേ കോൺഗ്രസ്സിന് കൊടുക്കാനുണ്ടാവുള്ളൂ മുസ്ലിം സമുദായത്തിൽ. അങ്ങനെ വന്ന സീറ്റ് വയനാട്ടിൽ നിന്നുള്ള മെമ്പർ എന്നുള്ള നിലയ്ക്കും പിന്നെ ഉമ്മൻ സാറിൻ്റെ ഗ്രൂപ്പ് പ്രതിയായിരുന്ന ആൾ എന്നുള്ള നിലയ്ക്കും ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ സിൽബന്തി എന്നുള്ള നിലയ്ക്കും സിദ്ദിഖ് പിടിച്ചു വാങ്ങിച്ചു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഷാനിമോളെ അക്കോമഡേറ്റ് ചെയ്യാൻ ഒരു പൊസിഷൻ ഇല്ലാണ്ട് തോന്നുന്നു. അതാണ് അവരെ ഇവിടെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് എടുത്തിട്ട് വന്നത്. സത്യത്തിലൊരു വനിതാ ശിശുക്ഷേമ വകുപ്പ് അല്ലെങ്കിൽ കുറച്ചുകൂടി കാതലുള്ളൊരു വകുപ്പ് അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് ഇപ്പോൾ VT ബലറാമിന് മന്ത്രിസ്ഥാനം കിട്ടിയിട്ടില്ല. മാത്യു കുഴൽനാടൻ വലിയ ഭരണഘടനാ പണ്ഡിതനാണ്, പക്ഷേ അദ്ദേഹത്തിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊക്കെ സ്വാഭാവികമായിട്ടും മുന്നണി സംവിധാനത്തിൽ ഇങ്ങനെ പല ത്യാഗങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കിയാൽ മതി. അതേ സമയത്ത് OJ ജനീഷ് എന്നൊക്കെ പറഞ്ഞ് വളരെ പുതുമുഖങ്ങളായ ആളുകൾക്ക് അവർക്ക് മന്ത്രിസ്ഥാനം കിട്ടിയിട്ടുണ്ട്. KA തുളസി മന്ത്രിയാവുന്നു, ഷാനിമോൾ മന്ത്രിയാകുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ സാമുദായികമായിട്ടുള്ള ചില വീതം വെപ്പിൻ്റെ ഭാഗമായി സംഭവിച്ചു പോയതാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഗ്രൂപ്പ്, സമുദായം, മതം, ജാതി, അതുപോലെ ജില്ല, ഇങ്ങനെ പല പരിഗണനകളും വരും. പിന്നെ ഘടകകക്ഷികൾ എന്ന പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ ഘടകകക്ഷിയിൽ നിന്നാണ് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട മന്ത്രിമാർ ഭൂരിപക്ഷം പേരും വന്നിട്ടില്ല. ഉദാഹരണത്തിന് CP ജോൺ അങ്ങനെ കുർബാനയും കുമ്പസാരം കുന്തിരിക്കും ഇല്ലാത്ത ആളാണ്. എന്നാലും അല്ലാതെ പേര് ജോൺ എന്നാണല്ലോ, അതുകൊണ്ട് ആ പള്ളിയിലെ പുള്ളി ഇരുത്താൻ പറ്റും. CP ജോൺ, ഷിബു ബേബി ജോൺ, അതുപോലെ അനൂപ് ജേക്കബ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ആ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ മുഴുവനായി. പിന്നെ ഇപ്പുറത്തു നിന്ന് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും? സണ്ണി ജോസഫ് KPC പ്രസിഡൻ്റാണ്, അദ്ദേഹത്തെ എവിടെയെങ്കിലും എടുത്തണ്ടേ ഒരു മന്ത്രി. അടുത്ത ഒരു മന്ത്രി റോജി M ജോൺ. കാരണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വാങ്ങിച്ചേക്കുന്നത് ഈ സിറിയൻ കത്തോലിക്ക ബിഷപ്പുമാരുടെ താല്പര്യപ്രകാരമാണ്. അപ്പോൾ അവർക്ക് ആ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ആ പോർട്ട്ഫോളിയോയിൽ ഇരുത്തണം. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ വകുപ്പ് കൊടുത്തു. ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രായോഗികമായിട്ടുള്ള ഒരുപാട് പരിഗണനകൾ ഇതിൻ്റെ അകത്ത് വന്നു എന്നുള്ളതാണ് സത്യം. സർ, ഈ റവന്യൂ വകുപ്പ് സണ്ണി ജോസഫിന് കിട്ടാത്തത് അത്
ഇനി അങ്ങോട്ട് ഏതെങ്കിലും തരത്തിൽ അസ്വാരസ്യങ്ങൾക്ക് കാരണമാകുമോ? കാരണം സണ്ണി ജോസഫിനെ പോലെ സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് ഉള്ള ഒരാൾക്ക് റവന്യൂ വകുപ്പ് നേരത്തെ തന്നെ കരുതിക്കൂട്ടി വെച്ചതാണ്. പക്ഷേ അത് പിന്നീട് അനിൽകുമാറിലേക്ക് മാറുന്നതാണ് നമ്മൾ കണ്ടത്. പരസ്പരം അനിൽകുമാറിന് വെച്ചിരുന്ന വൈദ്യുതി വകുപ്പ് സണ്ണിയിലേക്കും വരികയാണ്, സണ്ണി ജോസഫിലേക്കും വരികയാണ്. ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഫിഷറീസ് വകുപ്പിന് വേണ്ടിയുള്ള, നേരത്തെ അങ്ങ് തന്നെ സൂചിപ്പിച്ചു, ഒരു പിടിവലിയും ഉണ്ട്. കാരണം ഫിഷറീസ് വകുപ്പ് ലത്തീൻ കത്തോലിക്കരുടെ ഒരു വലിയ ഒരു ബാങ്ക് ചെയ്യുന്ന ഒരു വകുപ്പ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൽ കൂടുതൽ താല്പര്യവുമുണ്ട്. അപ്പോൾ ഈ വകുപ്പുകളുടെ കാര്യത്തിൽ പിന്നീട് എന്തെങ്കിലുമൊക്കെ, ഇനി അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ തർക്കമോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമോ കല്ലുകടിയോ എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, സണ്ണി ജോസഫ് എത്രാമത്തെ തവണയാണ് MLA വന്ന്? 3ാമത്തെ തവണയാണ്. അദ്ദേഹം KPCC പ്രസിഡൻ്റായെന്നുള്ള ശരിയാണ്. പ്രസിഡൻ്റ് എങ്ങനെ പ്രസിഡൻ്റായി എന്ന് പണ്ട് കരുണാകരൻ CV പത്മരാജനോട് ചോദിച്ചായിട്ട് കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹം പ്രസിഡൻ്റായത് എങ്ങനെയാണ് എന്നുകൂടി ആലോചിക്കണം. പ്രസിഡൻ്റ് ആവുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ യോഗ്യത എന്താണ്? അദ്ദേഹം ഏതോ കാലത്ത് LLB പാസ്സായിട്ട് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എന്നാണ് പറയുന്നതെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി എക്സ്പീരിയൻസ് എത്രയാണ്? അദ്ദേഹത്തിൻ്റെ ഭരണപരിചയമായിട്ടുള്ള പരിചയം എത്രയാണ്? അദ്ദേഹം ആദ്യമായിട്ട് മന്ത്രിയാവുന്ന ആളല്ലേ. ആദ്യമായിട്ട് മന്ത്രിയാവുന്ന ഒരാൾക്ക് റവന്യൂ വകുപ്പ് കൊടുക്കുന്നത് എന്തുമാത്രം ആശാസ്യമാണ്. അത് കേട്ടുകേൾവിയുള്ള കാര്യമോ? ഗൗരിയമ്മയുടെ കാര്യത്തിൽ ശരിയാണ്. ഗൗരിയമ്മ ആദ്യമായിട്ട് MLA ആയപ്പോൾ തന്നെ മന്ത്രിയാവുണ്ടോ? അത് ഗൗരിയമ്മയാണ്. കാരണം അത് വേറെ നിവൃത്തിയില്ല. ആർക്കെങ്കിലും ഒരാൾക്ക് റവന്യൂ വകുപ്പ് കൊടുത്തേ മതിയുള്ളൂ. അതുകൊണ്ട് വളരെ പരിചയസമ്പന്നരായ ആളുകളാണ് സത്യത്തിൽ റവന്യൂ വകുപ്പ് ഭരിക്കേണ്ടത്. കാരണം സാധാരണ വകുപ്പല്ല റവന്യൂ. 14 കളക്ടർമാരാണ് റവന്യൂ മന്ത്രിയുടെ കീഴിലുള്ളത്. അപ്പോൾ ഈ ഭരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സെൻറ്റർ എന്ന് പറയുന്നത് റവന്യൂ വകുപ്പാണ്. അവിടെ അനിൽകുമാറിനെ പോലെ പരിചയസമ്പന്നനായ ഒരാൾ, അദ്ദേഹം 6ാമത്തെ തവണ MLA ആവുന്നതാണ്. ഈ AP അനിൽകുമാറും VD സതീശനും ഒരുമിച്ചാണ് നിയമസഭയിൽ വന്നത്. സതീശൻ ആദ്യമായിട്ടാണ് മന്ത്രിയാവുന്നത്. പക്ഷേ അനിൽകുമാർ നേരത്തെ 2 തവണ മന്ത്രിയായിട്ട്, ഉമ്മൻചാണ്ടിയുടെ ആദ്യത്തെ മന്ത്രിസഭയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, 2ാമത്തെ മന്ത്രിസഭയിലുണ്ടായിരുന്നു. അങ്ങനെ 5-2-7 കൊല്ലത്തെ മന്ത്രിയായിരുന്നിട്ടുള്ള പരിചയം അദ്ദേഹത്തിനുണ്ട്. 25 കൊല്ലത്തെ നിയമസഭാ പരിചയമുണ്ട്. 26ാമത്തെ കൊല്ലത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അനിൽകുമാർ തന്നെയാണ് തീർച്ചയായിട്ടും യോഗ്യൻ. ഞാൻ പറഞ്ഞ പട്ടികജാതിക്കാരൻ എന്നുള്ളത് മാറ്റി വെച്ചിട്ട് നോക്കുക. ഒരേ തട്ടിൽ ഒരു തുലാസിൻ്റെ 2 തട്ടിൽ ഇവരെ കയറ്റിയെടുത്തുക. തീർച്ചയായിട്ടും അനിൽകുമാറിനാണ് കൂടുതൽ യോഗ്യത. അനിൽകുമാറിനാണ് കൂടുതൽ പാർലമെൻ്ററി എക്സ്പീരിയൻസ് ഉള്ളതും അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് ഉള്ളതും. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ആകേണ്ടത്. പിന്നെ KC വേണുഗോപാലിൻ്റെ താല്പര്യവും വിശ്വാസവും അനിൽകുമാറിനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് മാനേജറാണ്. സണ്ണി ജോസഫ് ഇപ്പോൾ ഈ സമീപ ദിവസം മാത്രം KC വേണുഗോപാലിൻ്റെ ആരാധകനായി മാറിയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ സ്വാഭാവികമായിട്ടും വിശ്വസിക്കില്ലല്ലോ. കാരണം ഇതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നമില്ലേ. അത് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹം തൽക്കാലം വൈദ്യുതി വകുപ്പ് ഭരിക്കട്ടെ എന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ലത്തീൻ കത്തോലിക്ക സഭയുടെ അതിനൊന്നും ഒരു കഥയില്ല. ഈ ലത്തീൻ കത്തോലിക്കർ തന്നെ ഏത് കാലത്ത് ഫിഷറീസ് വകുപ്പ് ഭരിക്കണം അല്ലെങ്കിൽ ധീവര സമുദായക്കാർ ഭരിക്കണം എന്നൊന്നും ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല. സത്യത്തിൽ ഇത് ഒരു തരത്തിലുള്ള അവഹേളനമാണ്. ഈ ലത്തീൻ സമുദായത്തിൽ നിന്ന് ജയിച്ചു വരുന്ന ആൾക്ക് ഫിഷറീസ് വകുപ്പ് കൊടുക്കും എന്ന് പറഞ്ഞാൽ അത് ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണം പോലെയല്ലേ. അതൊരു ശരിയായ രീതിയല്ല. ഇപ്പോൾ അതുപോലത്തെ ഒരു അവഹേളനം സാധാരണ ഇഴവ സമുദായത്തിൽ നിന്ന് വരുന്ന മന്ത്രിമാർക്ക് ഉണ്ടാവും. എക്സൈസ് വകുപ്പ് എപ്പോഴും അവർക്ക് കൊടുക്കുക. ഇത്തവണ ഒന്ന് നോക്കൂ, ആർക്കാ കൊടുത്തതിന് എക്സൈസ് വകുപ്പ്? നേരത്തെ ആർക്കാ കൊടുത്തത്? ഇല്ലേ? എക്സൈസ് വകുപ്പ് ഏതെങ്കിലും നായരോ നമ്പൂരിയോ നസ്രാണിയോ ഭരിക്കുന്നതെങ്കിലും അത് ചെയ്യില്ല. കാരണം ഒരിക്കലും ചെയ്യില്ല. കാരണം എക്സൈസ് വകുപ്പ് എന്ന് വെച്ചാൽ അത് ഇഴവർ ഇരിക്കേണ്ട വകുപ്പാണ് എന്നാണ്. K. ബാബു അല്ലെങ്കിൽ പണ്ട് SNDP പ്രസിഡന്റ് N. ശ്രീനിവാസൻ, അത് എക്സൈസ് മന്ത്രിയാണ്. ഏത് കാലത്തും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയിൽ മാത്രമായിട്ട് ഒരു മാറ്റം ഉണ്ടായില്ല. MP രാജേഷിന് ആ വകുപ്പ് കൊടുത്തു. അങ്ങനെയാണ് സാധാരണ ഇങ്ങനെ ഒരു ജാതീയമായ ഒരു വിഭജനം ഇതിൻ്റെ അകത്തുണ്ട്. അത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ തവണ ലത്തീൻകാർക്ക് പൊതുവെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. സജി ചെറിയാനായിരുന്നു ഫിഷറീസ് മന്ത്രി. സജി ചെറിയാനും ഇത് തമ്മിൽ വല്ല ബന്ധമുണ്ട്. അദ്ദേഹം മീൻകറി കൂട്ടി ഊട് കഴിക്കുന്ന ആളാണ്, അത്രേ ഉള്ളൂ. അതല്ലാതെ സജി ചെറിയാൻ മധേരുവാങ്കൂറുകാരനാണ് ഇല്ലേ, ചെങ്ങന്നൂർക്കാരനാണ്. അദ്ദേഹം ഫിഷറീസുമായിട്ട് വല്ല അന്ന് ഈ മെത്രാന്മാർക്ക് വല്ല വിഷമമുണ്ടായിരുന്നു. അവർ സങ്കടം ഉണ്ടെങ്കിൽ തന്നെ ആരോടെങ്കിലും പറഞ്ഞു, ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ ഈ സർക്കാർ വന്നപ്പോഴാണ് അവർക്ക് സങ്കടം. കഴിഞ്ഞ സർക്കാരിൽ ഒരു സങ്കടം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടുമ്പുറത്തൊരു ഇളതരം കാണുമ്പോൾ വാദം കോച്ചും എന്ന് പറഞ്ഞ പോലത്തൊരു പരിപാടിയാണ്. അതൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ബിഷപ്പുമാരുടെയൊക്കെ വിഷമവും അവരുടെ താല്പര്യമൊക്കെ നമുക്കറിയാം. ഇതൊക്കെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ പെട്ടെന്ന് എന്താണ് കത്തോലിക്ക മെത്രാന്മാർക്ക് താല്പര്യം എന്ന് വെച്ചാൽ. അപ്പോൾ ഇതിലൊക്കെ പലതരത്തിലുള്ള പല താല്പര്യങ്ങളും മറ്റ് പല ഉദ്ദേശ ലക്ഷ്യങ്ങളും ഉണ്ട്, അത്രേ ഉള്ളൂ.
തീർച്ചയായിട്ടും ഒട്ടേറെ താല്പര്യങ്ങൾ ആ, എന്താണ് അടങ്ങിയിരിക്കുന്ന വകുപ്പുകൾ തന്നെയാണ് അങ്ങ് പറഞ്ഞതുപോലെ ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പായാലും ഫിഷറീസ് വകുപ്പാണെങ്കിലും. പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ സാർ, ഈ ഏറ്റവും അധികം വെല്ലുവിളി നേരിടാൻ പോകുന്നത് ധനകാര്യം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി വി ഡി സതീശനും ഒപ്പം തന്നെ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യാൻ പോകുന്ന സി പി ജോണും ആയിരിക്കില്ലേ? എന്താണ് അങ്ങയുടെ അഭിപ്രായം? സത്യത്തിൽ ഈ പി ഡി സതീശൻ ധനകാര്യ വകുപ്പ് സ്വയം കൈകാര്യം ചെയ്യാം എന്ന് പറഞ്ഞത് എനിക്ക് ചെറിയൊരു ആശ്ചര്യവും കൂടിയുണ്ട്. അദ്ദേഹം ഒരു വലിയ ധനകാര്യ വിദഗ്ധനായിട്ട് നമുക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഇപ്പോൾ കെ എം മാണി സാറിനെ പോലെ അല്ലെങ്കിൽ ആ നിലവാരത്തിലൊക്കെ ഉള്ളൊരു ഈ ഫൈനാൻസ് മാനേജ്മെൻറ്റ് അറിയുന്ന ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ അദ്ദേഹം ഭരിച്ച് കഴിവ് തെളിയിച്ച് കാണിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനില്ല. എങ്കിൽ പോലും ആദ്യമായിട്ട് മന്ത്രിയാവുന്ന ആളും ആദ്യമായിട്ട് മുഖ്യമന്ത്രിയാവുന്ന ആളുമാണ്. മുഖ്യമന്ത്രിയുടെ ജോലി തന്നെ വളരെ ഭാരിച്ചതാണ്. അദ്ദേഹം ചെയ്തൊരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ആഭ്യന്തരവും വിജിലൻസും രമേശ് ചെന്നിത്തല ഏൽപ്പിച്ചാണ്. ചെന്നിത്തല ഇതുപോലെ പരിചയസമ്പന്നനായ വ്യക്തിയാണ്. രാഷ്ട്രീയ പരിചയമുണ്ട്, നിയമസഭാ പരിചയമുണ്ട്, ഭരണപരിചയമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാളെ ആ വകുപ്പ് ഏൽപ്പിച്ചത് നന്നായി. കാരണം ഈ പോലീസ് വകുപ്പ് എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ ഒന്നാണ്. പോലീസുകാരെ നിയന്ത്രിക്കട്ടെ, അതിനൊരു ഫുൾ ടൈം മന്ത്രി ആവശ്യമുണ്ട്. അത് ഇല്ലാത്തതാണ് ഈ പിണറായി സർക്കാരിലൊക്കെ പറ്റിയ വലിയ അപകടം. ഫുൾ ടൈം മന്ത്രി തീർച്ചയായിട്ടും പോലീസിന് ആവശ്യമാണ്. മുഴുവൻ സമയം മന്ത്രി ഉണ്ടായിരുന്നുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വലിയ പോലീസ് അതിക്രമങ്ങളില്ലാഞ്ഞ മനുഷ്യാവകാശ ലംഘനങ്ങൾ താരതമ്യേന കുറഞ്ഞത്. ആദ്യം തിരുവഞ്ചൂരുണ്ടായിരുന്നു, പിന്നെ രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു. ഇനി ഈ പോലീസ് വകുപ്പിനേക്കാളും ദുഷ്കരമാണ് ഏത് നമ്മുടെ ധനകാര്യ വകുപ്പ്. ഖജനാവിൽ കാശില്ല, പൂച്ച പറ്റി കിടക്കുകയാണെന്നാണ് സതീശൻ തന്നെ പറഞ്ഞത്. പിന്നെ ഈ പൂച്ച അതെ. അവിടെ നിന്ന് എങ്ങനെ അദ്ദേഹം എഴുന്നേപ്പിച്ചു വിടും എന്നുള്ള പ്രശ്നമുണ്ടല്ലോ. ആ അപ്പോൾ ഇങ്ങനെ അത് അത്ര എളുപ്പമല്ല. ഒന്നാമത് മുഖ്യമന്ത്രി പൊതുഭരണ വകുപ്പിൽ തന്നെ ഒരുപാട് ജോലികൾ അദ്ദേഹത്തിന് ചെയ്യാനുണ്ട്. അതിന് പുറമേ ഈ ദുഷ്കരമായ ഫിനാൻസ് മാനേജ്മെൻറ്റും അദ്ദേഹം തന്നെ വഹിക്കുന്നു. എനിക്ക് തോന്നുന്നു കേരള ചരിത്രത്തിൽ ആകെ ആർ ശങ്കർ മാത്രമേ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ധനകാര്യ വകുപ്പ് കൂടി കൈകാളിയതായിട്ട് ഞാൻ കേട്ടിരുന്നു. നമ്മുടെ ഓർമ്മയിൽ അങ്ങനെ ഒരു സംഭവം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഏത് സമയത്തും ധനകാര്യ വകുപ്പിന് വേറെ മന്ത്രി ഉണ്ടായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ഈ ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തത് വലിയ വെല്ലുവിളിയാണ്. അദ്ദേഹത്തിന് ഭരണപരിചയമില്ല. മന്ത്രിയായിട്ടെന്നല്ല, ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടോ മുനിസിപ്പൽ ചെയർമാനായിട്ടോ ഇരുന്ന ഒരു ഭരണപരിചയം പോലും അദ്ദേഹത്തിന് ഇല്ലാത്ത സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അത് വളരെ വളരെ ദുഷ്കരമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. സി പി ജോണിൻ്റെ കാര്യത്തിൽ സത്യത്തിൽ നമുക്കൊക്കെ സാധാരണമുണ്ട്. അദ്ദേഹം മന്ത്രിയായപ്പോൾ സന്തോഷിച്ചു. പക്ഷേ ഈ ഗതാഗത വകുപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ സത്യത്തിൽ വളരെ ഹതാശനായി, നിരാശനല്ല. കാരണം എന്താ വെച്ചാൽ ഇത് പരാജയത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്ന വകുപ്പാണ്. ഗണേഷ് കുമാറാണ് ഒരു വിധത്തിൽ അത് ഉന്തിത്തള്ളി എന്താണ് കെ എസ് ആർ ടി സി ബസ്സിന് 6 ചക്രമൊക്കെ സംഘടിപ്പിച്ച് ഒരുമാതിരി ഓടിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ പുറത്താണ് ഒരു സൗജന്യ യാത്ര വന്ന് ഇത് കംപ്ലീറ്റ് താറുമാറാക്കാൻ പോകും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പാവപ്പെട്ട സി പി ജോണിൻ്റെ വകുപ്പ് കൊടുത്തത്. അദ്ദേഹത്തിന് വല്ല സാംസ്കാരിക വകുപ്പോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ഒരു ഭേദപ്പെട്ട വകുപ്പ് കൊടുത്തിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ മുമ്പോട്ട് പോയത്. അല്ലെങ്കിൽ സഹകരണ വകുപ്പാണെങ്കിലും കുഴപ്പമില്ല. ആ മനുഷ്യന് ഇതുപോലൊരു വകുപ്പ് കൊടുക്കുകയും അതുപോലെ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇതുപോലുള്ള ഒരു വാഗ്ദാനം കൊടുക്കുകയും ചെയ്തത് സത്യത്തിൽ അതിക്രമം എന്നല്ലാതെ മലയാള ഭാഷയിൽ വേറൊരു വാക്കും ഞാൻ ആലോചിച്ചിട്ട് തോന്നുന്നില്ല. ഈ വകുപ്പ് വിഭജനം, അതുപോലെ തന്നെ വകുപ്പുകൾക്ക് മുന്നിലുള്ള വെല്ലുവിളി, ഇതെല്ലാം തന്നെ നമുക്കറിയാം. അങ്ങിപ്പോൾ സൂചിപ്പിച്ച പോലെ ആഭ്യന്തര വകുപ്പിന് മുന്നിലുള്ള ചലഞ്ചസ് ഉണ്ട്. അതുപോലെ തന്നെ ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ വി ഡി സതീശന് മുന്നിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇന്ന് തന്നെ വാർത്തകളോട് കഴിഞ്ഞ ദിവസമുണ്ടായ വാർത്തയോടുള്ള ഒരു പ്രതികരണം വരുന്നത് 1800 കോടി രൂപ കടമെടുക്കാനുള്ള തീരുമാനത്തിനെതിരെ ശക്തമായ വിമർശനം ഉയരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ സി പി ജോൺ എന്ന ഗതാഗത മന്ത്രിക്ക് നേരിടാൻ പോകുന്ന വെല്ലുവിളികളും ഈ മന്ത്രിസഭയുടെ, വി ഡി സതീശൻ മന്ത്രിസഭയുടെ ഭാവി പ്രവർത്തനങ്ങൾ, അത് ഈ കോൺഗ്രസിനുള്ളിലെ അനൈക്യം സംബന്ധിച്ച്, അതായത് രഹസ്യമായ ചരടുവലികളുടെ ആ ഊടുവഴികളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ച് നോക്കുമ്പോൾ വരാൻ പോകുന്നത് അത്ര എളുപ്പമുള്ള കാലമല്ല വി ഡി സതീശന് എന്ന് തന്നെയാണോ അങ്ങേക്ക് പറയാനുള്ളത്? രാഷ്ട്രീയമായ ചരടുവലികളുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം കോൺഗ്രസ് ഇപ്പോൾ 3 അധികാര കേന്ദ്രങ്ങളിലാണ് നിൽക്കുന്നത്. മുഖ്യമന്ത്രിയുണ്ട്, ആഭ്യന്തരമന്ത്രിയുണ്ട്, പിന്നെ ഹൈക്കമാൻഡുണ്ട്. ഇനിയിപ്പോൾ കെ പി സി സി പ്രസിഡന്റ് വരുമ്പോൾ 4മതൊരു അധികാര കേന്ദ്രം കൂടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 4 പ്രതിപക്ഷ നേതാക്കന്മാരെ ഒരേ സമയത്ത് ഇദ്ദേഹം നേരിടേണ്ടതായിട്ട് വരും. നിയമസഭയിൽ പിണറായി വിജയൻ, ഡൽഹിയിൽ വേണുഗോപാൽ, മന്ത്രിസഭയിൽ ചെന്നിത്തല, ഇന്ദിരാഭവനിൽ മറ്റൊരു നേതാവ്. അപ്പം ഇത്തരം പേരെ ഒരേ സമയത്ത് നേരിട്ട് കൊണ്ടുപോകണം അദ്ദേഹത്തിന് ഭരണം മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ സതീശനൊരു ഗുണമുള്ളത്, അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യതയുണ്ട്. അതിപ്പോൾ സംശയമില്ലാത്ത കാര്യമുണ്ട്. അത് സ്വീകാര്യതയുണ്ട്. പിന്നെ തീരുമാനങ്ങൾ എടുക്കാനും എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനും അത് നടപ്പാക്കാനുമുള്ള ഒരു വൈഭവമുണ്ട്. ഇപ്പോൾ സർക്കാർ അധികാരത്തിൽ വന്ന് ആദ്യം ചെയ്തത് ആശാവർക്കർമാരുടെ ശമ്പളം കൂട്ടിയതാണ്. അതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു തീരുമാനം എടുത്തെങ്കിൽ സർക്കാരിൻ്റെ പ്രതിച്ഛായ തകർന്നു വരും.
അതുകൂടാതെ മറ്റേ മഞ്ഞക്കുറ്റി പറിച്ച് കളയണം. മഞ്ഞക്കുറ്റി പറിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കേരളയിലൊക്കെ ഉപേക്ഷിച്ചിരുന്നു. കേരളയിൽ പ്രാവർത്തികമല്ലാതെ പിണറായി വിജയനും എല്ലാവർക്കും അറിയാം. പക്ഷേ അതിൻ്റെ ഔപചാരികമായി പ്രഖ്യാപനം നടത്തിയെന്നുള്ള ചെറിയ കാര്യമല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം നടത്തിയ പോലീസുകാരുടെ പേരിൽ നടപടിയെടുത്തു. അങ്ങനെ മൊത്തത്തിൽ ഒരു ഫ്രഷ് എയർ കൊണ്ടുവരാനായിട്ട് മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം വ്യക്തിപരമായിട്ട് കഴിവുള്ള ആളാണ് എന്നൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിലുണ്ട്. അപ്പോൾ ആ ഒരു മതിപ്പും ആളുകളുടെ ഇടയിലൊരു നല്ല അഭിപ്രായവും അത് മുതലാക്കിക്കൊണ്ട് ഇനി മുന്നോട്ട് പോകും. അങ്ങനെ ശക്തമായൊരു നിലയിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയെ മറ്റ് മന്ത്രിമാരും പാർട്ടി ഹൈക്കമാൻഡും അംഗീകരിക്കേണ്ടതായിട്ട് വരും. ഏതുപോലെ വെച്ചാൽ വി എസ് അച്യുതാനന്ദൻ മൂന്നാർ ഓപ്പറേഷനൊക്കെ നടത്തി ഓർമ്മില്ലേ? അന്നും അദ്ദേഹത്തിൻ്റെ ഏറെക്കുറെ ഇതൊക്കെ തന്നെയായിരുന്നു. കാരണം പിണറായി ഗ്രൂപ്പുകാരായിരുന്നു മന്ത്രിസഭയിൽ ഭൂരിപക്ഷം. പാർട്ടി ലീഡർഷിപ്പിൽ പിണറായി വിജയൻ നേരിട്ട് വരുന്നു. അപ്പോൾ ഇതിനിടയിൽ നിന്നുകൊണ്ട് വി എസ് അദ്ദേഹത്തിൻ്റെ അതിഭയങ്കരമായ ജനസമ്മതി, അദ്ദേഹം ചെയ്യുന്ന എല്ലാം ശരിയായിരിക്കും എന്ന് ജനങ്ങളുടെ ഇടയിലുള്ള തോന്നലും, അദ്ദേഹം ചെയ്യുന്നതാണ് ശരി, അദ്ദേഹം ചെയ്യാത്തൊന്നും ശരിയല്ല എന്ന തോന്നലും, അതിലാണ് അദ്ദേഹം പിടിച്ചത്. അല്ലായിരുന്നെങ്കിൽ വി എസ് എത്ര വലിയ പരാജയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രായം, അദ്ദേഹത്തിൻ്റെ പരിചയം ഇല്ലായ്മ. അദ്ദേഹം ഇതുപോലെ ആദ്യം പിടിക്കുന്ന ആദ്യത്തെ എക്സിക്യൂട്ടീവ് പോസ്റ്റ് മുഖ്യമന്ത്രിയുടെയാണ്. അതിൽ കുറഞ്ഞൊരു പോസ്റ്റിലും പുള്ളി ഇരുന്നിട്ടില്ല, അതിൽ കൂടിയ പോസ്റ്റിലും ഇരുന്നിട്ടില്ല. അങ്ങനത്തെ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ അതേ നിലയിലേക്ക് സതീശന് ഉയരാൻ കഴിയണം, എന്നാലേ രക്ഷയുള്ളൂ. അല്ലെങ്കിൽ മന്ത്രിമാരായിട്ട് വന്നവർക്ക് താരതമ്യേന എക്സ്പീരിയൻസ് കുറഞ്ഞവരാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തല, അനിൽകുമാർ ഒഴിച്ചാൽ പിന്നെ ഭരണപരിചയമുള്ള ആരും തന്നെ ഇതിനകത്തില്ല. അതൊരു വലിയ ഘടകമല്ലേ. അപ്പോൾ മുഖ്യമന്ത്രി എന്ന് വെച്ചാൽ ഈ പാർലമെൻ്ററി സംവിധാനത്തിൽ നമ്മൾ പറയും മുഖ്യമന്ത്രി എന്ന് വെച്ചാൽ തുല്യരിൽ ഒന്നാമൻ മാത്രമാണ് എന്ന്. ശരിക്കും അങ്ങനെയല്ല. ഭരണഘടനാപരമായിട്ട് ഇപ്പോൾ ഈ സംവിധാനം ഒരുപാട് പുരോഗമിച്ചതുകൊണ്ട് തുല്യരിൽ ഒന്നാമനല്ല. ഇതിനെ ചീഫ് മിനിസ്റ്റീരിയൽ ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നെ മറുഭാഗത്ത് ലീഗും മറ്റ് ഘടകകക്ഷികളൊക്കെ ഉണ്ടെന്നുള്ള ഒരു പ്രശ്നം തന്നെയാണ്. ലീഗിനെ സന്തോഷിപ്പിച്ചുകൊണ്ടല്ലാണ്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആ ഒരു വെല്ലുവിളി തീർച്ചയായിട്ടും അവിടെയുണ്ട്. അപ്പോൾ ലീഗുകാരെ പിണക്കാതെയും കോൺഗ്രസ്സുകാരെ മുമ്പിൽ വിട്ടുവീഴ്ച ചെയ്യാതെയും മറ്റ് ഘടകകക്ഷികളെയൊക്കെ വരച്ച വരയിൽ നിർത്തിയിട്ടും ഈ കൂട്ടുകക്ഷി സർക്കാർ കൊണ്ടുപോകണം. അത് ഏതാണ്ട് നമ്മുടെ ഇയാളുടെ പണ്ട് വേലായുധൻ എന്ന് പറഞ്ഞൊരു പുള്ളി ഉണ്ടായിരുന്നു. വേലായുധനെ കേട്ടിട്ടുണ്ടോ? സർപ്പസഹവാസ യജ്ഞം നടത്തിയിരുന്ന ആളാണ് അയാൾ. ഈ പാമ്പും കൂട്ടിൽ വേലായുധൻ എന്ന് പറയും. അതിൽ വേലായുധൻ്റെ സർപ്പക്കൂട്ടിൽ മൂർഖനുണ്ട്, അണലിയുണ്ട്, ശംഖുവരനുണ്ട്, വെള്ളിക്കെട്ടനുണ്ട്, അങ്ങനെ പലതരം വിഷസർപ്പങ്ങളുണ്ട്. ഇവർ തമ്മിൽ കടിക്കാതെയും വേലായുധനെ കടിക്കാതെയും അദ്ദേഹം സർപ്പയജ്ഞം നടത്തും. അപ്പോൾ ഈ സർപ്പയജ്ഞക്കാരൻ്റെ സ്ഥിതിയാണ് സാധാരണ UDF ഭരിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഉണ്ടാവുക. കരുണാകരനെ പോലെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ പോലെ വൈഭവമുള്ള ആൾക്കാരാണെങ്കിൽ കടി കേൾക്കാതെയും ഇവർ പരസ്പരം കടിച്ചു കൊല്ലാതെയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ആ നിലയിലേക്ക് സതീശനെത്താൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അല്ല സാർ, സാറിന് എന്താണ് തോന്നുന്നത്? ഈ VD സതീശൻ്റെ ഇതുവരെയുള്ള പ്രവർത്തന ചരിത്രം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുറേ കഴിവുകൾ, VSനേക്കാൾ ഫ്ലെക്സിബിളും ആണ് കുറേ കാര്യങ്ങളിലൊക്കെ തന്നെ. അത് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ ഒരു VS ഇൻ ദ മേക്കിംഗ് ആണോ എന്ന് തോന്നുന്നു? അതിലേക്കുള്ള സാധ്യതകൾ എത്രത്തോളമുണ്ട്? തീർച്ചയായിട്ടും ആ ദിശയിലേക്കാണ് അദ്ദേഹം വളരുകയും പടർന്ന് പന്തരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാത്രം അദ്ദേഹത്തിന് പിടിച്ചു വെക്കാൻ പറ്റും. കാരണം ജനങ്ങളുടെ ഇടയിലുള്ള വലിയ സ്വീകാര്യത അതാണല്ലോ VSനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിച്ചത്. അത് തന്നെയാണ് VD സതീശനെയും ആ സ്ഥാനത്ത് എത്തിച്ചത്. കൃത്യം 20 കൊല്ലത്തിന് ശേഷം ചരിത്രം ആവർത്തിക്കായിരുന്നു. 2006 VS ആയിരുന്നു, 2026 VDS ആണ്. അപ്പോൾ ഒരു D ഇടയ്ക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതൊഴിച്ച ബാക്കി എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെയാണ്. പിന്നെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ വേറൊരു സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്, CPM പോലെയല്ല. അപ്പോൾ ഇവിടെ സർവശക്തനായ ഒരു പാർട്ടി സെക്രട്ടറിയെ പുള്ളിക്ക് ഭയപ്പെടേണ്ടതില്ല. KPCC പ്രസിഡൻ്റൊക്കെ വന്നാലും ഇത്രേ ഉള്ളൂ. അതൊക്കെ നമുക്ക് ഒപ്പിക്കബിളാണ്. എങ്ങനെയെങ്കിലൊക്കെ കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാം. KPCC പ്രസിഡൻറ്റിനോട് ആലോചിക്കണം എന്നുള്ളൊരു കീഴ്വഴക്കമുണ്ട്. അത് അപ്പോൾ ആര് പ്രസിഡൻ്റായിട്ട് വരുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അത് ഒരു പരിധിവരെ KPCCക്ക് തൻ്റെ ഇടമുള്ള ഒരു പ്രസിഡന്റ് വരുന്നതന്നെയാണ് എപ്പോഴും നല്ലത്. കാരണം മുഖ്യമന്ത്രി അമിതാധികാര പ്രവണതകൾ പ്രകടിപ്പിക്കാതിരിക്കാനായിട്ട് അത് വേണം. പക്ഷേ അതേ സമയത്ത് ദൈനംദിന ഭരണത്തിൽ KPCC പ്രസിഡന്റ് ഇടം കൊള്ളിടാന്ന് തുടങ്ങിയാൽ അത് വലിയ ബുദ്ധിമുട്ടാവും. ഇത് രണ്ടും സമഞ്ജസമായിട്ട് യോജിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ള ആളായിരിക്കണം. സതീശനെ സംബന്ധിച്ചുള്ള അദ്ദേഹം ഇതൊക്കെ കൊണ്ടുപോകുന്നതാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം വിജയിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം പരാജയപ്പെടുന്ന നമ്മൾ ഈ ഘട്ടത്തിൽ അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹം വിജയിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം എന്ന് വെച്ചാൽ ഈ ഭരണം മുമ്പോട്ട് പോകണ്ടേ. ഇപ്പോൾ സതീശൻ്റെയോ ചെന്നിത്തലയുടെയോ വേണുഗോപാലിൻ്റെ കുടുംബകാരിയല്ലല്ലോ, ലിയോനെയും എന്നെയും നമ്മളെപ്പോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് വിജയിക്കേണ്ടത്
അവരുടെ ആവശ്യത്തേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ നാട്ടിൽ വളരെ ബുദ്ധിമുട്ടില്ലേ? ഒപ്പം തന്നെ നമ്മൾ ഒരു കാര്യം കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചത്, ഏവരും പ്രതീക്ഷിച്ചു തളർന്ന് മുന്നോട്ട് പോകുന്ന ഒരു പിണറായി വിജയനെ. പക്ഷേ നിയമസഭയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം വളരെ ഷാർപ്പായിരുന്നു. ഉറച്ച ശബ്ദത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. താൻ ശക്തനായി തന്നെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നു എന്ന സൂചന നൽകുന്ന പ്രസംഗം. അതുപോലെ തന്നെ BJPയുടെ 3 അംഗങ്ങൾ. ഈ 2 ഘടകങ്ങളും വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ സാന്നിധ്യമായിരിക്കില്ലേ വരുന്ന 5 വർഷം കേരളത്തിൽ? അല്ല, ഇത് രണ്ടും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. മാത്രമല്ല, ഒരു ആരോഗ്യകരമായ ജനാധിപത്യത്തിൽ ഈ പ്രതിപക്ഷം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പ്രതിപക്ഷവും മാധ്യമങ്ങളും. ഇപ്പോൾ ഇംഗ്ലണ്ടിൽ എങ്ങനെയാണ് ഈ പൗരാവകാശികൾ സംരക്ഷിക്കപ്പെട്ടുള്ളത് ആലോചിച്ചിട്ടുണ്ടോ? അവിടെ എഴുതപ്പെട്ട ഭരണഘടനയില്ല, മൗലികാവകാശങ്ങളില്ല. സിമ്പിൾ മെജോറിറ്റി കൊണ്ട് പാർലമെൻറ്റിന് ഏത് നിയമം വേണമെങ്കിലും ഭേദഗതി ചെയ്യാം. പക്ഷേ എന്നാലും മാത്രമല്ല, കോടതികൾക്ക് ഇതുപോലുള്ള അധികാരമില്ല, ജുഡീഷ്യൽ റിവ്യൂ ഇല്ല. ഇതൊക്കെ കഴിഞ്ഞിട്ടും പൗരാവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ഘടകങ്ങളാണ്. ഒന്ന് മാധ്യമങ്ങൾ. ഈ സർക്കാരിന് വരുന്ന ഓരോ വീഴ്ചകളും അതാത് സമയത്ത് തന്നെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ അത് വിപരീതമായ പൊതുജനാഭിപ്രായം രൂപീകരിക്കാൻ ഇടയാക്കും. രണ്ടാമത്തേത് പ്രതിപക്ഷം ഊണിലും ഉറക്കത്തിലും ഈ ഭരണപക്ഷത്തിൻ്റെ ഓരോ വൈകല്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഇടയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ ഇത് രണ്ടും പ്രധാനമാണ്. മാധ്യമങ്ങൾ ഉണർന്ന് ജോലി ചെയ്യണം. അതുപോലെ തന്നെ പ്രതിപക്ഷം അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റണം. പ്രതിപക്ഷത്തിൻ്റെ ജോലി ഇവരെ വിമർശിക്കലാണ്, അവരുടെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കലാണ്, അത് തിരുത്താൻ ആവശ്യപ്പെടലാണ്. തിരുത്താതിരിക്കുകയോ വേറെ. അപ്പോൾ അത് ആരോഗ്യകരമായ ഒരു സംവാദം ഏത് നിലക്കും പ്രസക്തമാണ്. അത് പിണറായി വിജയനാണെങ്കിലും ശരിയാണ്, രാജീവ് ചന്ദ്രശേഖറാണെങ്കിലും ശരിയാണ്. അവരുടെ ഉത്തരവാദിത്വം അവരും നിറവേറ്റണം. ആരോഗ്യപരമായ കാരണങ്ങൾ അങ്ങ് പറഞ്ഞത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്. കാരണം പിണറായി വിജയൻ്റെ ആരോഗ്യം ഒരു പ്രശ്നം തന്നെയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം പിണറായിക്ക് ശേഷം ആര് എന്നുള്ളൊരു കാര്യം ഇപ്പോഴും അവരുടെ ഇടയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണെന്നും തോന്നുന്നു. അപ്പോൾ അത് ഈ മന്ത്രിസഭയുടെ കാലത്തുടനീളം അതൊരു വിഷയമായി തന്നെ നിലനിൽക്കുമെന്ന് തോന്നുന്നു. പിണറായി വീണ് കഴിഞ്ഞാൽ ആര്, അല്ലെങ്കിൽ പിണറായിക്ക് ശേഷം ആര് എന്നുള്ളത്. അതിപ്പോൾ ജവഹർലാൽ നെഹ്റുവിന് ശേഷം ആര് എന്ന് പണ്ട് സായിപ്പന്മാർ ഇന്ത്യക്കാർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഈ വിദേശ രാജ്യങ്ങളിലെ ആളുകൾ അതിനെക്കുറിച്ച് ഒരുപാട് പഠനമൊക്കെ നടത്തിയിട്ടുണ്ട്. ആഫ്റ്റർ നെഹ്റു ഹൂ എന്ന് ചോദിച്ച ഒരു സായിപ്പ് ഗ്രന്ഥം വരെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം 6-8 പേരുടെ പേരും കൊടുത്തു. അതിൽ ലാൽ ബഹദൂർ ശാസ്ത്രി, മൊറാർജി ദേശായി, പിന്നെ SK പാട്ടീൽ, VK കൃഷ്ണമേനോൻ, ഇന്ദിരാഗാന്ധി കഴിഞ്ഞ അവസാനം ജനറൽ കൗള് വരെ ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ പാകിസ്ഥാനിൽ സംഭവിച്ച പോലെ പട്ടാള അധികാരം പിടിച്ചെടുക്കുകയാണെങ്കിൽ ജനറൽ കൗളായിരിക്കും ഇന്ത്യയുടെ പട്ടാള മേധാവി, അല്ല പട്ടാള ഭരണാധികാരി എന്നാണ് ഈ സായു കണക്കൂട്ടി കണ്ടുപിടിച്ചത്. പക്ഷേ ഇതൊന്നും സംഭവിച്ചില്ല. വളരെ നിസ്സാരമായിട്ട് നെഹ്റു മരിച്ചതിൻ്റെ പിറ്റേ ദിവസം ശാസ്ത്രി അധികാരം ഏറ്റെടുത്തു. അപ്പോൾ അതൊക്കെ സംഭവിക്കും. ഇപ്പോൾ പിണറായി വിജയൻ പോയെന്ന് വെച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടി ലിക്വിഡേറ്റ് ചെയ്യൊന്നുമില്ല. ഒരു പുതിയ നേതാവ് തീർച്ചയായിട്ടും ഉയർന്നു വരും. ഒന്നിലധികം നേതാക്കന്മാർ വരും. ഓക്കെ, എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്. VD സതീശനായാലും CP ജോൺ ആയാലും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയാണെങ്കിൽ തന്നെയും മുന്നിലുള്ളത് വളരെ ശക്തമായ ചലഞ്ചുകൾ തന്നെയാണ്, വെല്ലുവിളികൾ തന്നെയാണ്. ഈ സർക്കാരിൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി അത് മോശം ധനസ്ഥിതി, സംസ്ഥാനത്തിൻ്റെ മോശം ധനസ്ഥിതി തന്നെയാണ്. ഈ സംസ്ഥാനത്തെ ശക്തമായി തന്നെ മുന്നോട്ട് നയിക്കേണ്ട ഒരു ഉത്തരവാദിത്തത്തിന് മുന്നിൽ നിൽക്കുകയാണ് മന്ത്രിസഭ. അത് മികച്ച രീതിയിൽ മുന്നോട്ട് പോകേണ്ടത് ഓരോ പൗരൻ്റെയും ആവശ്യം കൂടിയാണ്. മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കട്ടെ. പക്ഷേ പാർട്ടിക്കുള്ളിലെ വെല്ലുവിളികൾ, അതിനോടൊപ്പം തന്നെ പ്രതിപക്ഷമുയർത്തുന്ന ചലഞ്ചുകൾ, ഇവയൊക്കെ തന്നെ അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. VD സതീശൻ മറ്റൊരു കാര്യം കൂടി ജയശങ്കർ സാർ പറഞ്ഞിരിക്കുകയാണ്. VS അച്യുതാനന്ദൻ ഇൻ ദ മേക്കിംഗ്, അല്ലെങ്കിൽ ഒരു VS അച്യുതാനന്ദനിലേക്കുള്ള പാതയിലാണ് VD സതീശൻ. അതിനുള്ള കഴിവുകളൊക്കെ അദ്ദേഹത്തിനുണ്ട്. അത് പ്രയോഗിക്കണം, അതിലേക്ക് അദ്ദേഹം വിജയകരമായി എത്തുകയും വേണം. അതിനുവേണ്ടി കാത്തിരിക്കുകയുമാണ് കോൺഗ്രസ് അണികൾ എന്നുള്ള കാര്യം മറ്റൊരു കാര്യം. എന്തായാലും കാത്തിരിക്കാം ഏതൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ അടവുകളാണ് ഇനിയിപ്പോൾ കോൺഗ്രസിനുള്ളിൽ പയറ്റുന്നത്. ഗ്രൂപ്പ് പോര് ഏത് തലത്തിലേക്ക് ഉയരും, CPM-ൻ്റെ തിരിച്ചുവരവ് എത്രത്തോളം ശക്തമായിരിക്കും, BJPയുടെ സാന്നിധ്യം സഭയിൽ എത്രത്തോളം മുഴങ്ങിക്കേൾക്കും, കാത്തിരുന്ന് കാണാം. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് വിത്ത് അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.